യുക്രൈനെതിരായ യുദ്ധത്തിനിടയിൽ റഷ്യയുടെ അടുത്ത സൈനിക നടപടിയെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഡാനിഷ് ഇന്റലിജൻസ് പുറത്തുവിട്ടത്. അതനുസരിച്ച് 2 യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഉടൻ തന്നെ യുദ്ധം ചെയ്യാൻ ആവശ്യമായ നടപടികൾ റഷ്യ സജീവമായി സ്വീകരിക്കുന്നുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആ 2 യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും ഇരു രാജ്യങ്ങൾക്കുമെതിരെ റഷ്യ എപ്പോഴാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്നും യുദ്ധം ചെയ്യുന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്നുമുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. നിലവിൽ റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അതുപോലെ ഗാസയിലും പലസ്തീനിലും ഇസ്രായേലിന്റെ യുദ്ധം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതോടെ 90 ദിവസത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത താൽക്കാലികമായി അവസാനിച്ചു. ഇതിന് സമാനമായി യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുകയാണ്. ഇത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. അതിനിടെയാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തുവന്നിരിക്കുന്നത്. അതായത് യുക്രൈനിലെ വെടിനിർത്തലിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം അഴിച്ചുവിടാൻ റഷ്യ പദ്ധതിയിടുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഡെൻമാർക്കാണ്. ഇതു സംബന്ധിച്ച് ഡെൻമാർക്കിന്റെ സൈനിക ഇന്റലിജൻസ് ഇങ്ങനെ പ്രസ്താവിച്ചു: പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യൂറോപ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഒരു യുദ്ധം ആരംഭിക്കാൻ പദ്ധതിയിടുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം സൈനിക നടപടി ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സൈനിക നടപടിക്ക് അനുയോജ്യമായ സമയത്തിനു വേണ്ടി റഷ്യ കാത്തിരിക്കുകയാണ്. നിലവിൽ റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു റഷ്യ. ഇത് റഷ്യ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കും അടുത്ത ഘട്ടത്തിൽ യൂറോപ്പിനെ ലക്ഷ്യം വെച്ചുള്ള യുദ്ധം ആരംഭിക്കുന്നതിലേക്കും നയിച്ചേക്കാം. പ്രത്യേകിച്ച് നാറ്റോ സേനകളുടെ ശക്തി കുറയുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ റഷ്യ തീർച്ചയായും യുദ്ധം ചെയ്യുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് മാധ്യമമായ ദ സൺ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഏതൊക്കെ രാജ്യങ്ങളെയാണ് പുടിൻ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയുടെ അയൽരാജ്യങ്ങളായ ജോർജിയ, മോൾഡോവ എന്നിവയ്ക്കെതിരെയാണ് സൈനിക നടപടി ആരംഭിച്ചേക്കുമെന്ന വിവരം പുറത്തുവരുന്നത്. യുക്രൈനിലെ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഈ 2 രാജ്യങ്ങളെയായിരിക്കും റഷ്യ ലക്ഷ്യമിടുന്നതെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ജോർജിയ റഷ്യയുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. എന്നാൽ മോൾഡോവ റഷ്യയുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല. പകരം റഷ്യയ്ക്ക് കടൽ വഴിയോ യുക്രൈൻ വഴിയോ മോൾഡോവയെ ആക്രമിക്കാൻ കഴിയും. ഈ 2 രാജ്യങ്ങളും നാറ്റോ സേനയിൽ അംഗങ്ങളല്ല. എന്നിരുന്നാലും ഇരു രാജ്യങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ സേനയിലെ അംഗങ്ങളാണ്. പ്രത്യേകിച്ച് റൊമേനിയ നാറ്റോയിലെ അംഗമാണ്. അതായത് ജോർജിയയും മോൾഡോവയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ മറ്റ് യൂറോപ്യൻ അയൽക്കാർ ഇരു രാജ്യങ്ങളെയും സഹായത്തിനെത്തുമെന്നതാണ്. നാറ്റോ സേനയ്ക്കും സഹായിക്കാനാകും. ഇത് റഷ്യയ്ക്ക് പ്രശ്നമുണ്ടാക്കിയേക്കാം. നാറ്റോയുടെ ശക്തി കുറയാൻ റഷ്യ കാത്തിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ വിപുലീകരണമാണ് നാറ്റോ. ഈ സംഘടനയിൽ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നുമുള്ള ആകെ 32 രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഗ്രീസ്, നെതർലൻഡ്സ്, സ്പെയിൻ, തുർക്കി, ബ്രിട്ടൻ എന്നിവയുൾപ്പെടെ ആകെ 32 രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരാണ് നാറ്റോയിലുണ്ടാകുക. നാറ്റോ സഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ നാറ്റോ രാജ്യങ്ങൾ ഉടൻ തന്നെ അവരുടെ സഹായത്തിനെത്തും. യുക്രൈനും നാറ്റോയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. റഷ്യയുടെ ഭീഷണിയെ ഭയന്നാണ് യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നത്. റഷ്യ ഇത് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ നിലവിലൊരു പ്രശ്നമുണ്ട്. നാറ്റോയ്ക്ക് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകുന്നത് അമേരിക്കയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങൾ നൽകുന്ന സംഭാവന വളരെ കുറവായതിനാൽ നാറ്റോയിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ പ്രതിനിധീകരിച്ച് കൂടുതൽ സംഭാവന നൽകേണ്ടത് അനിവാര്യമാണ്. അല്ലാത്തപക്ഷം നാറ്റോയിൽ നിന്ന് US പിന്മാറുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ സംഘടന ദുർബലമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇങ്ങനെയൊരു അവസരത്തിനായി റഷ്യ കാത്തിരിക്കുകയാണ്. നാറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറി കുഴപ്പങ്ങൾ സൃഷ്ടിച്ചാൽ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ആരംഭിക്കുമെന്നാണ് ഡാനിഷ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത്.